ഫസൽ വധത്തിന് പിന്നിൽ RSS ആണെന്ന് തെളിയുന്ന പുതിയ മൊഴി പുറത്ത്. കുപ്പി സുബീഷും BJP നേതാവും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് പുറത്തായത്. താൻ ഉൾപ്പെടെ 4 പേർ ചേർന്നാണ് കൊലപാതകം നടത്തിയതെന്ന് കുപ്പി സുബീഷ് വെളിപ്പെടുത്തുന്നു. അതേസമയം മൊഴി നിഷേധിച്ച് സുബീഷ് രംഗത്തെത്തി. NDF പ്രവർത്തകനായിരുന്ന ഫസലിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ നിലനിൽക്കെ RSS പ്രവർത്തകനായ കുപ്പി സുബീഷിന്റെ താനടക്കം 4 RSS പ്രവർത്തകരാണ് കൊലപാതകം നടത്തിയതെന്ന ഫോൺ സംഭാഷണമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഫസലിനെ ഭയപ്പെടുത്താൻ പോയതാണെന്നും എന്നാൽ അയാൾ ഭയങ്കരമായാണ് ഞങ്ങളോട് പ്രതികരിച്ചതെന്നും കൂടെയുള്ളയാൾ ആദ്യം വെട്ടിയെന്നും പിന്നീട് ഞങ്ങൾ എല്ലാവരും വെട്ടിയെന്നും സംഭാഷണത്തിൽ വ്യക്തമാവുന്നു. അപ്പോൾ വന്ന് ഇങ്ങനെ ബൈക്കും കയറി 4 ആളും കയറി ബാക്കിൽ ഇരുന്ന് 3 ആൾ അട്ടിക്കുന്നു. അല്ലല്ല, ഞാൻ ബാക്കിലായിരിക്കുന്നു. ഏറ്റവും ബാക്കിൽ ഇരിക്കുന്ന ബാക്കി ഷിനോജ് ഓടിക്കുന്ന മുമ്പിൽ എങ്ങനെ അട്ടിക്കിട്ട് വിട്ട്. സംഭവം CPIMന്റെ തലയിലായതോടെ സംഘടന ആ രീതിയിൽ മുന്നോട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു. അറിഞ്ഞിട്ടൊരു സാധനം ഒളിപ്പിച്ചിട്ട് അജയേട്ടൻ കുറെ കാര്യങ്ങൾ സംസാരിച്ചിങ്ങനെ. അപ്പോൾ കേസ് തിരിഞ്ഞ് കുറെ പരിപാടിക്കായി. സംഘടനക്ക് ആത്മവിശ്വാസം കൂടി സംഘടന വന്ന് നിങ്ങൾ ഈ സംഭവിച്ചൊന്നും അറിയില്ല എന്ന രീതിയിൽ വിട്ട്. അതിനുശേഷമാണ് നമ്മൾ ആൾക്കാർ ഓരോ എങ്ങനെയാണ് പറയുന്നത്. ആദ്യ കൊലപാതകമായിരുന്നു അത്. കൂടെയുണ്ടായിരുന്ന ഷിനോജ് പിന്നീട് പനി വന്ന് ആശുപത്രിയിലായെന്നും 2 വർഷം മുൻപ് BJP നേതാവുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ വ്യക്തമാവുന്നു. കുപ്പി സുബീഷ് നടത്തിയ ഫോൺ സംഭാഷണം പുറത്തായതോടെ സുബീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചതാണെന്ന CBI വാദവും പൊളിയുകയാണ്. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. പുതിയ മദ്യനയത്തെ അനുകൂലിച്ച ഷിബു ബേബി ജോണിന്റെ പിന്തുണയുമായി കെ മുരളീധരൻ. UDFനെ ക്ലിഫ് ഹൌസിൽ നിന്നും കന്റോൺമെന്റ് ഹൌസിലേക്ക് എത്തിച്ചത് മദ്യനയമാണെന്നും കെ മുരളീധരൻ UDF യോഗത്തിൽ പറഞ്ഞു. എന്നാൽ മദ്യനയത്തിൽ വ്യക്തിപരമായ അഭിപ്രായം കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുണ്ടെന്നും എന്നാലും UDFന്റെ സമര തീരുമാനം ഉൾക്കൊള്ളുന്നുവെന്നുമാണ് മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾക്ക് ഇവിടെ പ്രസക്തിയില്ല. വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഞാൻ കമ്മിറ്റിയിൽ പറഞ്ഞത്. കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടെ ചർച്ച ചെയ്തിട്ടാണ് കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുള്ളത്. സമരശക്തി പറഞ്ഞെന്നുള്ള അഭിപ്രായമുണ്ട്. കാരണം കഴിഞ്ഞ 1 മാസമായിട്ട് സമരം അത്ര പോരാ എന്നുള്ള അഭിപ്രായം UDFലെ സാധാരണ പ്രവർത്തകർക്കുണ്ട്. അതുകൊണ്ടാണ് ശക്തമായിട്ടുള്ള സമരം നടത്തണം എന്ന് പറയാനുള്ള കാരണം. KM മാണിക്കെതിരെ കോൺഗ്രസ് മുഖപത്രത്തിന്റെ അതിരൂക്ഷ വിമർശനം. മാണിക്ക് രാഷ്ട്രീയം എക്കാലവും കച്ചവടമെന്ന് വീക്ഷണത്തിൽ വിലയിരുത്തൽ. KM ജോർജ് നെഞ്ചുപൊട്ടി മരിച്ചത് KM മാണി കാരണമാണെന്നും രാഷ്ട്രീയ മര്യാദയും സത്യസന്ധതയും ഇല്ലാത്ത അപ്പോസ്തലനാണ് മാണിയെന്നും പത്രം വിമർശിക്കുന്നു. UDF 100 തവണ തോറ്റാലും മാണിയെ തിരികെ വിളിക്കരുതെന്നും പത്രം മുഖപ്രസംഗത്തിൽ പറയുന്നു. എന്നാൽ വീക്ഷണത്തിന് മറുപടിയുമായി KM മാണി രംഗത്തെത്തി. വീക്ഷണത്തിന് ഇടിവ് സംഭവിച്ചുവെന്ന് KM മാണി പറഞ്ഞു. താൻ ആരുടെയും പിറകെ പോയിട്ടില്ലെന്നും വീക്ഷണത്തിന്റെ ഉപദേശം കോൺഗ്രസിനോട് മതിയെന്നും മാണി പ്രതികരിച്ചു. വീക്ഷണം പത്രത്തിൽ വന്ന മുഖപ്രസംഗത്തിന്റെ ഉള്ളടക്കത്തോട് പാർട്ടി യോജിക്കുന്നില്ലെന്ന് KPCC പ്രസിഡന്റ് MM ഹസൻ. മുഖപ്രസംഗത്തിലെ അഭിപ്രായങ്ങൾ പാർട്ടിയുടെ അഭിപ്രായമല്ല. ഇത്തരമൊരു മുഖപ്രസംഗം പ്രസിദ്ധീകരിച്ചതിൽ പാർട്ടി ഖേദം പ്രകടിപ്പിക്കുന്നതായും ഹസൻ വിശദീകരിച്ചു. UDF വിടാൻ കേരള കോൺഗ്രസ് കൈക്കൊണ്ട ഏകപക്ഷീയമായ തീരുമാനത്തോട് KPCCക്കും UDFനും ഉണ്ടായ അഭിപ്രായം നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്നാൽ കോട്ടയം ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ KM മാണി സ്വീകരിച്ച വഞ്ചനാപരമായ നിലപാടിന്റെ പേരിൽ മാത്രമാണ് അദ്ദേഹത്തോട് KPCC ശക്തമായ അമർഷവും അതൃപ്തിയും പ്രകടിപ്പിച്ചതെന്നും ഹസൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി. രാജ്യാന്തര ഹ്രസ്വ ചലച്ചിത്രമേളയിൽ 3 ചിത്രങ്ങൾക്ക് വിലക്ക്. രോഹിത് വെമുല, JNU, കശ്മീർ വിഷയങ്ങൾ പ്രതിപാദിച്ച ചിത്രങ്ങൾക്കാണ് വിലക്ക്. കേന്ദ്ര വാർത്താ പ്രക്ഷേപണ മന്ത്രാലയമാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. രാജ്യത്ത് സാംസ്കാരിക അടിയന്തരാവസ്ഥയാണെന്ന് സംവിധായകൻ കമൽ പ്രതികരിച്ചു. കോഴിക്കോട് ജില്ലയിൽ CPIM ഓഫീസുകൾക്ക് നേരെയുള്ള ആക്രമണം തുടരുന്നു. നന്മണ്ടയിലും ഫറോക്കിലും ലോക്കൽ കമ്മിറ്റി ഓഫീസുകൾക്ക് നേരെ ആക്രമണമുണ്ടായി. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ തിങ്കളാഴ്ച കളക്ടറുടെ നേതൃത്വത്തിൽ സമാധാന യോഗം ചേരും. അലങ്കാര മത്സ്യങ്ങൾ വളർത്തുന്നതിനും പ്രദർശിപ്പിക്കുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ രാജ്യത്തെ ഭൂരിപക്ഷം അക്വേറിയങ്ങളും അടച്ചുപൂട്ടൽ ഭീഷണിയിലായി. ചെറുകിട അലങ്കാര മത്സ്യ സ്റ്റാളുകളെയാണ് കേന്ദ്ര വിജ്ഞാപനം ഗുരുതരമായി ബാധിക്കുക. മുഴുവൻ സമയം വെറ്റിനറി ഡോക്ടറെ നിയമിക്കുന്നത് ഉൾപ്പെടെ അലങ്കാര മത്സ്യ സംരംഭകർക്ക് വൻ സാമ്പത്തിക ചിലവാണ് വിജ്ഞാപനത്തിലൂടെ സൃഷ്ടിച്ചിരിക്കുന്നത്. അസാധാരണ ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ അലങ്കാര മത്സ്യങ്ങൾ വളർത്തുന്നതിനും പ്രദർശിപ്പിക്കുന്നതിനും കേന്ദ്രം നിയന്ത്രണം കൊണ്ടുവന്നതോടെ രാജ്യത്തെ ഭൂരിഭാഗ അലങ്കാര മത്സ്യ സ്റ്റാളുകളും അക്വേറിയങ്ങളും അടച്ചുപൂട്ടേണ്ട ഗതികേടിലായി. ശുദ്ധജല മത്സ്യങ്ങളും കടൽ മത്സ്യങ്ങളും വളർത്തുകയും വിൽക്കുകയും ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വിജ്ഞാപനം ബാധകമാണ്. സ്ഫടികഭരണികളിൽ മത്സ്യം വളർത്തുന്നതും പ്രദർശനം നടത്തുന്നതും തടഞ്ഞു. ഓരോ അക്വേറിയ വിപണനശാലയും മുഴുവൻ സമയ വെറ്റിനറി ഡോക്ടറെയോ മത്സ്യവിദഗ്ധനെയോ നിയമിക്കണമെന്നും വിജ്ഞാപനം അനുശാസിക്കുന്നു. രാജ്യത്തെ ഭൂരിപക്ഷം അക്വേറിയങ്ങളും സ്വയം തൊഴിൽ പദ്ധതി പ്രകാരം നടത്തുന്നവയോ ചെറുകിട സംരംഭങ്ങളോ ആണ്. അതിനാൽ തന്നെ ഇത്തരം സംരംഭകർക്ക് വൻ തുക ചെലവഴിച്ച് ഡോക്ടറെയോ വിദഗ്ധനെയോ നിയമിക്കാനാകില്ല.
കേരളത്തിൽ വിപണിയിൽ ഏറ്റവും ആവശ്യക്കാരേറിയ ക്ലൗൺ ഫിഷ്, ബട്ടർഫ്ലൈ ഫിഷ്, ബാറ്റ് ഫിഷ്, പാരറ്റ് ഉൾപ്പെടെയുള്ള 158 ഇനം അലങ്കാര മത്സ്യങ്ങൾക്കാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ നിയന്ത്രണം ബാധകമാവുക. അതിനാൽ തന്നെ കേന്ദ്ര വിജ്ഞാപനത്തിലെ വ്യവസ്ഥകൾ നടപ്പാക്കാൻ ചിലവേറുന്നതോടെ ചെറുകിട അലങ്കാര മത്സ്യ സംരംഭകർ ഈ മേഖലയിൽ നിന്ന് പുറത്താകും. ന്യൂസ് ബ്യൂറോ, ദില്ലി. തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കും വ്യക്തികൾക്കും നൽകുന്ന സാമ്പത്തിക സഹായങ്ങൾ ഖത്തർ ഉടൻ നിർത്തലാക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇക്കാര്യങ്ങൾ ബോധിപ്പിക്കാൻ ഖത്തർ അമീറിനെ ട്രംപ് ഫോണിൽ ബന്ധപ്പെട്ടുവെങ്കിലും പ്രതികരിക്കാൻ ഖത്തർ തയ്യാറായിട്ടില്ല. അതേസമയം ഭീകരരായി UAE പ്രഖ്യാപിച്ച വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ UAE നിർദ്ദേശം നൽകി. ഗൾഫ് മേഖലയിലെ പല തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ഖത്തർ സാമ്പത്തിക സഹായം നൽകുന്നുണ്ട് എന്ന പരാതി തന്റെ മിഡിൽ ഈസ്റ്റ് സന്ദർശന വേളയിൽ ഉയർന്നതായി ട്രംപ് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഗൾഫ് മേഖലയിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളം ഖത്തറിലാണുള്ളത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ട്രംപിന്റെ ഇടപെടൽ. ഖത്തറുമായി ബന്ധമുള്ള 59 വ്യക്തികളെയും 12 സ്ഥാപനങ്ങളെയും ഭീകരരായി UAE പ്രഖ്യാപിച്ചതിനു പിറകെ ഈ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാനും UAE നിർദ്ദേശം നൽകി. രാജ്യത്ത് പ്രവർത്തിക്കുന്ന ബാങ്കുകൾക്കാണ് UAE സെൻട്രൽ ബാങ്ക് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഭീകരരായി പ്രഖ്യാപിച്ചവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കാനും സെൻട്രൽ ബാങ്ക് നിർദ്ദേശമുണ്ട്. UAEയിൽ പ്രവർത്തിക്കുന്ന 6 ഖത്തറി ബാങ്കുകളോടുള്ള ഇടപാടുകളിൽ സൂക്ഷ്മത പുലർത്താനും സെൻട്രൽ ബാങ്ക് UAE ബാങ്കുകളോട് നിർദ്ദേശിച്ചു. ഖത്തർ ഇസ്ലാമിക് ബാങ്ക്, ഖത്തർ ഇന്റർനാഷണൽ ഇസ്ലാമിക് ബാങ്ക്, വർബ ബാങ്ക്, മസ്റഫ് അൽ റയാൻ, ഖത്തർ നാഷണൽ ബാങ്ക്, ദോഹ ബാങ്ക് എന്നീ ബാങ്കുകളാണ് UAEയിൽ പ്രവർത്തിക്കുന്ന ഖത്തർ ബാങ്കുകൾ. സൗദി, UAE, ഈജിപ്ത്, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളാണ് ഖത്തറുമായി ബന്ധമുള്ള 59 വ്യക്തികളെയും 12 സ്ഥാപനങ്ങളെയും ഭീകരരായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുസ്ലിം ബ്രദർഹുഡ് നേതാവ് യൂസഫ് അൽ ഹറാദബി ഉൾപ്പെടെയുള്ളവർ പട്ടികയിലുണ്ട്. ന്യൂസ് ബ്യൂറോ, ദുബായ്. NDTVക്കെതിരായ CBI നടപടിക്കെതിരെ ഡൽഹിയിൽ മുതിർന്ന മാധ്യമപ്രവർത്തകരുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും പ്രതിഷേധ സംഗമം. എതിർ സ്വരങ്ങളെയും മാധ്യമ സ്വാതന്ത്ര്യത്തെയും അടിച്ചമർത്തുന്ന ഭരണകൂട നീക്കം അനുവദിക്കാനാകില്ലെന്ന് സംഗമം അഭിപ്രായപ്പെട്ടു.